മുൻകാലങ്ങളിൽ നല്ല വില കിട്ടിയിരുന്ന മുണ്ടകൻ വൈക്കോലിന് ഇക്കുറി വിലയും ആവശ്യക്കാരും കുറഞ്ഞത് നെൽ കർഷകരെ നിരാശയിലാക്കുന്നു. കൃഷിച്ചെലവിന് തുല്യമായ തുക മുൻ വർഷങ്ങളിൽ മുണ്ടകൻ കൊയ്ത്തിനു ശേഷം വൈക്കോൽ വിൽപ്പനയിലൂടെ കർഷകർക്ക് ലഭിച്ചിരുന്നു. അടുത്ത കാലം വരെ ഒരു കെട്ട് വൈക്കോലിന് 250 രൂപയോളം ലഭിച്ചിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 150 രൂപയാണ് വില കിട്ടുന്നത്. കഴിഞ്ഞ വർഷം 175 രൂപ വിലയ്ക്കാണ് കർഷകർ വൈക്കോൽ വിൽപ്പന നടത്തിയത്. ഓരോ വർഷം കഴിയുന്തോറും ആവശ്യക്കാർ കുറഞ്ഞു വരുന്നതാണ് വൈക്കോൽ വില കുറയാൻ കാരണമായതെന്ന് ചാഴിക്കാട് പാടശേഖരത്തിലെ കർഷകനായ സുനന്ദൻ കളപ്പുരയ്ക്കൽ പറയുന്നു. വൈക്കോലിന് തീരെ വിലയില്ല. ഇപ്പോൾ ആദ്യമൊക്കെ 275 280 ഞാൻ കൊടുത്തിരുന്നതാണ്. ഇക്കൊല്ലം കഴിഞ്ഞ പ്രാവശ്യം 180 കിട്ടി. ഇത്തവണ ഞാൻ 150 രൂപയായിട്ടാണ്. ഇപ്പം ഞാൻ ഒരു 18 കെട്ട് കൊടുത്തു. ബാക്കി കെട്ടിയില്ല. കെട്ടണതിന് 35 രൂപ അത് ചിലവുണ്ട്. പണ്ടൊക്കെ ഈ വൈക്കോല് വിറ്റ് കഴിഞ്ഞാൽ കൃഷിക്കുള്ള ചിലവ് കാശ് കിട്ടിയിരുന്നതാണ്. ഇപ്പോൾ അതൊന്നും കിട്ടുന്നില്ല. ഇപ്പോൾ മൊത്തത്തിൽ നഷ്ടം. അതിനിടയ്ക്ക് പന്നിശല്യം വേറെ. വരുമ്പം കുത്തി കളഞ്ഞ കണ്ടത്തിലൊക്കെ നെല്ലിലൊക്കെ കിടന്ന് ഉരുണ്ട് പരണ്ടിട്ട് അത് ചിലയിടത്തൊക്കെ കൊയ്ത് വയ്ക്കേണ്ടി വന്നു, അമ്പി പോയിട്ട്. അത്ര ബുദ്ധിമുട്ടാണ്. കൊയ്ത്ത് നടത്തുമ്പോൾ യന്ത്രത്തിൽ നിന്ന് താഴെ വീഴുന്ന വൈക്കോൽ യന്ത്രസഹായത്തോടെയാണ് ചുരുട്ടിക്കെട്ടുന്നത്. ഒരു കെട്ട് വൈക്കോൽ ഇത്തരത്തിൽ യന്ത്രസഹായത്തോടെ ചുരുട്ടിക്കെട്ടാൻ 35 രൂപ നൽകണം. ഒരേക്കർ നിലത്തിൽ നിന്ന് ശരാശരി 60 കെട്ട് വൈക്കോലാണ് കർഷകർക്ക് ലഭിക്കുന്നത്. ഈ വർഷം മുണ്ടകൻ കൊയ്ത്ത് സമയത്ത് മഴയില്ലാത്തതിനാൽ വൈക്കോലിന് കാര്യമായ നാശം സംഭവിച്ചിട്ടില്ല. ക്ഷീരകർഷകരാണ് പ്രധാനമായും മലയോരത്തെ പാടശേഖരങ്ങളിൽ നിന്ന് വൈക്കോൽ വാങ്ങാറുള്ളത്. എന്നാൽ വീടുകളിൽ കന്നുകാലികളെ വളർത്തുന്നവരുടെ എണ്ണം കുറഞ്ഞതും ഫാമുകളിൽ പശുക്കളെ വളർത്തുന്നവർ വൈക്കോലിന് പകരം തീറ്റപ്പുല്ലും കടകളിൽ നിന്ന് കിട്ടുന്ന കാലിത്തീറ്റയും ഉപയോഗിക്കാൻ തുടങ്ങിയതുമാണ് വൈക്കോലിന് ആവശ്യക്കാർ കുറയാൻ കാരണമായത്. ഒരു കാലത്ത് മലയോരത്തെ പാടശേഖരങ്ങളിൽ മുണ്ടകൻ കൊയ്ത്ത് പൂർത്തിയാകുമ്പോൾ ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും മുണ്ടകൻ വൈക്കോൽ തേടി എത്താറുണ്ട്.